റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അങ്കമാലിയിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുകുന്ദപുരം രൂപവും ഭാവവും മാറി ചാലക്കുടിയായപ്പോൾ ആകെ നടന്ന 3 തിരഞ്ഞെടുപ്പുകളിൽ 2 തവണയും ഐക്യജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചു. ഒരു തവണ സാക്ഷാൽ ഇന്നസെന്റ് തന്നെ ഇടതുമുന്നണിയുടെ പാളയത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് പോയി. ഇത്തവണ 4ാം മത്സരമാണ്. ചാലക്കുടി ആരെ പിന്തുണയ്ക്കുമെന്നതാണ് ചോദ്യം. ചാലക്കുടിയുടെ രാഷ്ട്രീയ മനസ്സിലെന്ത് കുരുക്ഷേത്രം ചർച്ച ചെയ്യുന്നു. നമുക്കൊപ്പം അതിഥികളായി LDF-ൽ നിന്നും അഡ്വക്കേറ്റ് KK ഷിബു, UDF-ൽ നിന്നും ഡോക്ടർ ജിൻഡോ ജോൺ, NDA-യിൽ നിന്നും ഷാജുമോൻ വട്ടേക്കാടും ഒപ്പം ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടർമാരും രാഷ്ട്രീയ പ്രവർത്തകരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ജിൻഡോയിൽ നിന്ന് തുടങ്ങുന്നു. ജിൻഡോ, ഈ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയ വിഷയത്തോടൊപ്പം ചാലക്കുടി മണ്ഡലത്തിലെ വിഷയങ്ങളും ചർച്ച ചെയ്യും. സിറ്റിംഗ് MP ആയ ബെന്നി ബെഹനാൻ MPക്ക് എതിരായിട്ടൊരു വിരുദ്ധ വികാരം പ്രകടമാണോ, അതല്ല സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാണോ, അതല്ല ദേശീയ രാഷ്ട്രീയമാണോ? എന്താണ് മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക? തീർച്ചയായിട്ടും അരുൺ, സിറ്റിംഗ് MP ആയിട്ടുള്ള ബെന്നി ബെഹനാന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ അവലോകനം ചെയ്യും. അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾ ഓരോന്നും ഇഴകീറി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ നടക്കാൻ പോകുന്നത്. ബെന്നി ബെഹനാൻ MP ആയതിനു ശേഷം 19,85,00,000 രൂപയുടെ പ്രോജക്റ്റുകൾ, വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ അങ്കമാലി മണ്ഡലത്തിൽ മാത്രം 2,88,00,000 രൂപയുടെ പദ്ധതികൾ വിവിധ മേഖലകളിലായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. ഇത് ഓരോ മണ്ഡലത്തിലും ഈ രീതിയിൽ തന്നെ കോവിഡ് മറ്റ് പ്രതിസന്ധികളും വന്നപ്പോൾ കേന്ദ്ര സർക്കാർ MP-മാരുടെ വികസന ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യത്തിൽ CSR ഫണ്ട് ഉൾപ്പെടെ മറ്റ് പല സ്ഥാപനങ്ങളിൽ നിന്നും മറ്റ് വ്യക്തികളിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നൊക്കെ സംഭാവന സ്വീകരിച്ചുകൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അത് ആതുര സേവന രംഗത്ത് അല്ലെങ്കിൽ കോവിഡ് കിറ്റുകൾ കൊടുക്കുന്ന സഹായം കൊടുക്കുന്ന രീതിയിൽ, വീൽ ചെയർ കൊടുക്കുന്ന രീതിയിൽ, മെഡിക്കൽ ക്യാമ്പ് നടക്കുന്ന രീതിയിൽ, അങ്ങനെ മുഴുവൻ രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞാൽ 175 പേർക്ക് ചികിത്സാ സഹായത്തിൽ തന്നെ 3 കോടിയോളം രൂപ ബെന്നി ബെഹനാന് ഇത്തരത്തിൽ സംഘടിപ്പിച്ച് നൽകാൻ സാധിച്ചു എന്നുള്ളത് കൂടി MP ഫണ്ടിൽ നിന്നല്ലാതെ മറ്റു ഫണ്ടുകൾ കണ്ടെത്തി മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ MP എന്നുള്ള നിലയിൽ മണ്ഡലത്തിൽ സജീവമായിട്ട് ഇത്തരം ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതിനപ്പുറം തന്നെ പാർലമെന്റിനകത്തും പുറത്തും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾക്കെതിരെ, ന്യൂനപക്ഷ ആദിവാസി സ്ത്രീ വിരുദ്ധ നടപടികൾക്കെതിരെ നിരന്തരം പോരാട്ടത്തിന്റെ ശബ്ദമായിട്ട് അദ്ദേഹം. പക്ഷേ അപ്പോഴും സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിന് വേണ്ടി ഈ 18 MP-മാരും ഒരു വാക്കുപോലും പലപ്പോഴും പാർലമെന്റിൽ ശബ്ദിച്ചു കണ്ടിട്ടില്ല. അതുകൊണ്ട് കേരളത്തിന് വേണ്ടി സംസാരിക്കാത്ത UDF MP-മാരെ എന്തിനയക്കണമെന്നുള്ളതാണ്. അതിലൊരു MP-യാണ് ബെന്നി ബെഹനാൻ. അല്ല, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ വിലക്കെടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം കള്ളം പറഞ്ഞ് മൈക്ക് പോലോ തന്നെ ഒടിയുന്ന അവസ്ഥ വരെ എത്തി. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിരന്തരം പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കാണണ്ട. കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട്. ഇവിടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാതിരിക്കുന്നു, വൈദ്യുതി വർധനവ്, ചാർജ് വർധനവ്, വെള്ളക്കരം വർധനവ്, ടാക്സ്, എല്ലാ രീതിയിലുമുള്ള നികുതി വർദ്ധിപ്പിച്ചിട്ടും ഈ സംസ്ഥാനത്തെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, റേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ജനങ്ങൾ ജീവിക്കാൻ പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നിരന്തരം പ്രതിപക്ഷ MP-മാരെ കുറ്റം പറഞ്ഞുകൊണ്ട് കള്ളം പറയുന്നതിനപ്പുറം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരുന്ന 8 വർഷക്കാലം ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് നൽകി എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ പേരിലുള്ള അവലോകനമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാനുള്ള ധൈര്യം. നോക്കൂ അഡ്വക്കേറ്റ് ഷിബു, ഇവിടെ ജിൻഡോ പറഞ്ഞു വെക്കുന്നത് ഈ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു ബെന്നി ബെഹനാൻ MP. ചാലക്കുടി മണ്ഡലത്തിൽ MP എന്ന നിലയിലും അതല്ലാതെയുമുള്ള ഫണ്ട് ഉപയോഗിച്ച് ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന MP-യാണ്. മാത്രമല്ല മുഖ്യമന്ത്രി പറയുന്നത് പോലെയല്ല, ഒരുപാട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് ബെന്നി ബെഹനാൻ MP. കരുത്തനല്ലേ? ബെന്നി ബെഹനാനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അങ്ങനെ പറയാൻ കഴിയും. പക്ഷേ ഈ നാട്ടിൽ ജനങ്ങൾ ബെന്നി ബെഹനാനെ ഈ നാട്ടിൽ വികസനം കൊണ്ടുവരാത്ത നിഷ്ക്രിയനായിരുന്ന ഒരു MP എന്ന നിലയ്ക്കാണ് കണക്കാക്കുന്നത്. ഫണ്ട് ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ പറഞ്ഞ് 17 കോടി രൂപ ചെലവഴിച്ചെന്നാണ് ഇദ്ദേഹം മുന്ന് പറഞ്ഞത്. ഇപ്പോൾ 19 കോടി രൂപയായി. നിലവിൽ 10 കോടി രൂപയിൽ താഴെ മാത്രമാണ് MP ഫണ്ട് ഇവിടെ ചെലവഴിച്ചിട്ടുള്ളൂ. ബാക്കി പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നുള്ളൂ. ടെൻഡർ നടപടികളിലേക്ക് പോയതിനു ശേഷമല്ലേ? അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പുണ്ടായിരുന്ന MP ശ്രീ ഇന്നസെന്റ് 1750 കോടി രൂപയുടെ പ്രവർത്തനമാണ് ഈ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. അങ്കമാലിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ അങ്കമാലി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അങ്കമാലി ടെക്നോളജി സെന്റർ,
1000 കോടി രൂപയാണ് MSME കേന്ദ്ര വകുപ്പിന് കീഴിലായിട്ട് നമ്മുടെ ഇങ്കലിൽ ആരംഭിച്ച അത് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കെട്ടിടം പണി ആരംഭിച്ച സ്ഥാപനം ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അതിനാവശ്യമായ ടെക്നോളജി സംബന്ധിച്ചുള്ള പ്രദാനം ചെയ്യുന്നതിന് അതിനാവശ്യമായ പരിശീലനം കൊടുക്കുന്നതിനെല്ലാം പിന്നെ തന്നെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം തന്നെ അത് പൂർത്തീകരിക്കാതെ പോയതിൻ്റെ ഉത്തരവാദിത്തം ശ്രീ ഈ പറയുന്ന MP ക്കാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ പദ്ധതികൾ ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല. നമ്മുടെ കൈപ്പമംഗലം മുതൽ പിന്നെ പെരുമ്പാവൂരും അതുപോലെ കുന്നത്താനം വടക്കൽ മണ്ഡലം പരിശോധിച്ച് കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങളാണ് ഇവിടെ നടപ്പാകാൻ പോയിട്ടുള്ളത്. പെരുമ്പാവൂരിൽ ESI ആശുപത്രി തകർന്നു കിടക്കുകയാണ്, ഒരു കാര്യം ചെയ്തിട്ടില്ല. നമ്മുടെ 80 ഏക്കർ ഭൂമി കൊരട്ടി ഗവൺമെന്റ് പ്രസിഡന്റ് ഇപ്പോഴും അവിടെ കിടക്കുകയാണ്, ഒരു കാര്യം ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നിലവിലുള്ള നമ്മളുടെ ഈ ആലുവ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറൻ കവാടം ഒരു കാര്യം തുടങ്ങിയിട്ടില്ല. അങ്ങനെ എടുത്തു പറഞ്ഞാൽ നൂറുകണക്കിന് കാര്യങ്ങൾ ഇന്നസെന്റ് MP ആരംഭിച്ച കാലടിയിലെ ജാതിക്ക പാർക്ക് ആരംഭിക്കാൻ വേണ്ടി ആവശ്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയുണ്ടായി. ഒരു ഇഞ്ച് പോലും അത് മുന്നോട്ട് പോയിട്ടില്ല. അതിരപ്പള്ളി ടൂറിസം വികസനം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. നമ്മുടെ കാലടി മലയാറ്റൂർ വികസനം പിൽഗ്രിം സെന്റേഴ്സ് ആണ്, അത് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. ഫലത്തിൽ ഈ മണ്ഡലത്തെ വികസനത്തിന്റെ സ്തംഭനാവസ്ഥ ഉണ്ടാക്കാനാണ് ബെന്നി ബെഹനാൻ ശ്രമിച്ചത്. മാത്രമല്ല നമ്മുടെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടപ്പോൾ ഈ MP എവിടെയായിരുന്നു? പൗരത്വ ഭേദഗതി നിയമം അതിൽ വോട്ടിംഗ് വന്നപ്പോൾ ഈ MP എവിടെയായിരുന്നു? സമരങ്ങൾ അടക്കമല്ലേ 80 പേർ വോട്ടിട്ടത് നിരാകരിച്ചത്? MP ഞങ്ങൾ ചോദിക്കുന്നത് ഡൽഹിക്കകത്ത് നടത്തിയ നിരവധിയായ സമരങ്ങളിൽ MP ഉണ്ടായിരുന്നോ? ദില്ലി ചെലവിടെ കാര്യത്തിലാണ്. ശരി, ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഷാജിമോൻ വട്ടേക്കാട്, ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ചാലക്കുടിയിൽ എല്ലാ വർഷവും സംഭവിക്കുന്നത് പോലെ നിങ്ങൾക്ക് വോട്ട് വർദ്ധിക്കുന്നുണ്ട് എന്നതിനും അപ്പുറത്തേക്ക് ഒരു വലിയ സാന്നിധ്യമാകാൻ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണന് കഴിയുമോ? കഴിയുമെങ്കിൽ എന്തുകൊണ്ട്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ NDA ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചാലക്കുടിക്ക് വാഗ്ദാനം നൽകുന്നു. ഒരു കേന്ദ്രമന്ത്രിയെ ഞങ്ങൾ ചാലക്കുടിക്ക് വാഗ്ദാനം നൽകുകയാണ്. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും കണക്കുകൾ സൂചിപ്പിച്ചു. 10 വർഷക്കാലം കോൺഗ്രസ് ഈ മണ്ഡലത്തെ പ്രതികരിച്ചു. 10 വർഷക്കാലം കോൺഗ്രസ് പ്രതികരിച്ചിട്ട് ഇന്നും വികസന പദ്ധതികൾ MP ഫണ്ട് അല്ലാതെ യാതൊരു പദ്ധതിയും നടപ്പിൽ വരുത്തുവാനായിട്ട് ഈ MP കൊണ്ട് സാധിച്ചിട്ടില്ല. ഇന്നസെന്റ് MP ആയി ഇന്നസെന്റിനെ കൊണ്ട് യാതൊരു വികസനവും കൊണ്ടുവരാൻ സാധിച്ചു. 1070 കോടി രൂപ പറഞ്ഞോട്ടെ, ഇവർ കണക്ക് പറയുന്നുണ്ട്. ഞാൻ ഇവരുടെ വികസന പത്രിക എന്ന് പറയുന്ന ഒരു 4 പേജുള്ള പേപ്പർ വായിച്ചു. ആ പേപ്പറിൽ രസകരമായിട്ട് തോന്നുന്നത് കേന്ദ്ര ക്യാബിനറ്റിൽ പാസ്സാക്കുന്നത് മുഴുവൻ ആ മന്ത്രിയുടെ അടക്കം പേര് വെച്ചുകൊണ്ട് UDF അവരുടെ വികസന നേട്ടമായിട്ട് അവര് പ്രഖ്യാപിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണല്ലോ ജോലി. ഞാൻ പറഞ്ഞോട്ടെ, MP ഫണ്ട് അല്ലാതെ MP-യുടെ പരിശ്രമ ഫലമായിട്ട് യാതൊരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ. ഇപ്പം നമുക്കറിയാം ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ വികസനം, ആ വികസനത്തിൽ നമുക്കറിയാൻ സാധിക്കും പ്രത്യേക പദ്ധതി പ്രകാരം കൊണ്ടുവന്നപ്പോൾ അതിന് മുൻപിൽ ഉദ്ഘാടകനായിട്ട് MP വന്നു. ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഫണ്ട് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന്റെ അമൃത പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ പോകുമ്പോൾ അതിന് പിതൃത്വം ഏറ്റെടുക്കാണ്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന മുഴുവൻ പദ്ധതികളെയും പിതൃത്വം ഏറ്റെടുക്കുന്ന ഒരു MP ആയിട്ട് നമ്മുടെ MP മാറി. ഷാജു, എന്റെ സംശയമല്ല, കേന്ദ്ര സർക്കാരിൽ നിന്നല്ലാതെ ഒരു MP എവിടെ നിന്നാണ് ആ പദ്ധതി കൊണ്ടുവരിക? ഒരു മിനിറ്റ് കഴിഞ്ഞ 4.5 വർഷക്കാലം MP-യെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ കണ്ടിട്ടില്ല. MP-യെ കണ്ടവരുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ച പ്രദേശങ്ങൾ ഈ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. MP-യുടെ സാന്നിധ്യം ഇല്ല. കഴിഞ്ഞ 3 മാസമായിട്ട് MP-യുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും കേന്ദ്ര സർക്കാർ വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മുൻ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, ആ JP നദ്ദയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ചാലക്കുടി സർക്കാർ ആശുപത്രി, ആ സർക്കാർ ആശുപത്രിയെ അത്യാധുനിക നിലവാരത്തിലുള്ള ആശുപത്രിയാക്കി മാറ്റിയത് JP നദ്ദ അദ്ദേഹത്തിന്റെ ആരോഗ്യവകുപ്പ് കാലഘട്ടത്തിലാണ്. അതുപോലെ ESI ഹോസ്പിറ്റൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതിനു മുൻപ് നമുക്ക് അറിയാൻ സാധിക്കും, നമുക്കിപ്പോ ആലുവയിൽ 30 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മാർക്കറ്റിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ആലുവ റെയിൽവേ സ്റ്റേഷൻ, അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ, ഇവിടെ എല്ലാം തന്നെ
കോടാനുകോടിയുടെ വികസന പദ്ധതികളാണ് ഈ രാജ്യത്തെ റെയിൽവേ വികസനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അതല്ല എം പി കൊണ്ടുവന്നു എന്ന നിലയിലാണ് UDF ക്യാമ്പയിൻ ചെയ്യുന്നത് ഷാജു. അത് സ്വാഭാവികമായും എം പിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കില്ലേ? അല്ല, MP കൊണ്ടുവന്ന പദ്ധതി ഒന്നല്ല. എം പി ഒരു പ്രൊജക്ട് കൊടുത്ത് അല്ലെങ്കിൽ നടപ്പിലാക്കിയ പദ്ധതിയല്ല. അങ്ങനൊരു പദ്ധതി ഉണ്ടോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ജിൻഡോ വേണം മറുപടി പറയേണ്ടത്. ജിൻഡോ, സർക്കാർ രാജ്യവ്യാപക ഷാജു ഏറ്റവും ഒടുവിൽ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് മറുപടി പറയാം. ആരോഗ്യ മേഖലയ്ക്ക് എം പിയെ കാണാനില്ല മണ്ഡലത്തിൽ, പദ്ധതികൾ പദ്ധതിയുടെ ഭാഗമാണ്. എം പിയെ കാണാനില്ല മണ്ഡലത്തിൽ എന്നാണ് ഷാജു പറയുന്നത്. ദാ ഈ മറുഭാഗത്ത് പറയുന്നു, എണ്ണി പറയുന്നു പൂർത്തിയാക്കാതെ പോയ പദ്ധതികളെ കുറിച്ച് മറുപടി. അല്ല അരുണേ, ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. BJPയുടെ പ്രതിനിധി പറയുന്നത് MP യെ കണ്ടവരുണ്ടോ 4.5 വർഷക്കാലം എന്ന്. BJPയുടെ പ്രവർത്തകരും നേതാക്കന്മാരും കണ്ണ് പരിശോധന ഒന്നും നടത്തുന്നത് നല്ലതാണ്. കാരണം ബെന്നി ബെഹനാൻ അടക്കമുള്ള 20 MP മാരും ഈ സംസ്ഥാനത്ത് നിരന്തരം പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്നു. BJPക്ക് MP മാരില്ലാത്തതിന് ആളെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ രാജ്യസഭാ MP മാർ എത്ര പേരെ കണ്ടു എന്ന് നിങ്ങൾ പറയണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പിതൃത്വം ഏറ്റെടുക്കുന്നു എന്ന് പറയും. ഒരു MP കൊടുക്കുന്ന പ്രപ്പോസലാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. നിങ്ങൾ പറഞ്ഞില്ലേ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ, ESI ആശുപത്രി, ഇതിന്റെ എല്ലാം പ്രപ്പോസൽ സമർപ്പിച്ച് ഇതെല്ലാം നേടിയെടുത്തത് ബെന്നി ബെഹനാനാണ്. അപ്പോൾ ബെന്നി ബെഹനാന്റെ പ്രവർത്തനത്തിന് നിങ്ങൾ തന്നെ അറിയാതെ എൻഡോഴ്സ് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ നരേന്ദ്രമോദി BJPയുടെ മണ്ഡലം പ്രസിഡന്റ് വഴിയല്ല ഈ പദ്ധതികളെ കുറിച്ച് അറിയുന്നതും നടപ്പാക്കുന്നതും. അടുത്തത് നിങ്ങൾ പറയുന്ന മണ്ഡലം തോറും നിങ്ങൾ കേന്ദ്രമന്ത്രിമാരെ കൊടുക്കുമെന്ന്. നിങ്ങൾ 543 കേന്ദ്രമന്ത്രിമാരെ ഓഫർ ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാതെ നിങ്ങൾ ഈ രാജ്യത്ത് പെട്രോൾ 50 രൂപയ്ക്ക് കൊടുത്തോ എന്ന് പറയണം, ഗ്യാസ് 500 രൂപയ്ക്ക് കൊടുത്തോ എന്ന് പറയണം, പ്രതിവർഷം 2 കോടി തൊഴിൽ വെച്ച് 20 കോടി തൊഴിൽ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് പറയണം. 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയ്ക്ക് ഈ രാജ്യം പോയത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. അതിന് ഉത്തരം പറയണം. 50 വർഷത്തെ ഏറ്റവും ഗതികേടിലേക്ക്, ഫാമിലി സേവിംഗ് ഇല്ലാത്ത ഗതികേടിലേക്ക് ഈ രാജ്യത്തെ കുടുംബങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങൾ മറുപടി പറയണം. പട്ടിണി സൂചികയിൽ 111-ാം സ്ഥാനത്തേക്ക് ഈ രാജ്യം തള്ളപ്പെടുന്നു. അതിന്റെ ഉത്തരം നിങ്ങൾ പറയണം. ഇതൊക്കെ പറയാതെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, സ്ത്രീകൾക്കും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരെയുള്ള വേട്ടയാടലുകൾ, ഇതൊന്നും പറയാതെ നിങ്ങൾ മണ്ഡലം തോറും കേന്ദ്രമന്ത്രിമാരെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കേരളത്തിലെ ആളുകൾ തയ്യാറല്ല. മോദി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഗ്യാരണ്ടികൾ ഏതൊക്കെയാണ് നടപ്പാക്കിയത് എന്ന് നിങ്ങൾ ആദ്യം പറയണം. എന്നിട്ട് വേണം വോട്ട് പിടിക്കാൻ വരാൻ. രണ്ടാമത്തെ കാര്യം, LDFന്റെ പ്രതിനിധി പറഞ്ഞു ഇന്നസെന്റ് നടപ്പാക്കിയ 1200, 400, 500, 2000 കോടി ആയിക്കോട്ടെ, ഏതൊക്കെ പദ്ധതികളാണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം 5 വർഷം മുമ്പായിരുന്നല്ലോ MP, LDFന്റെ പ്രതിനിധി. ഈ പദ്ധതികൾ ഓരോന്നും എണ്ണി പറയാനെങ്കിൽ ഞങ്ങളുടെ വാദങ്ങൾ പിൻവലിക്കാം. അല്ലാതെ നിങ്ങൾ 2000 കോടിയെന്നോ 5000 കോടിയെന്നൊക്കെ വെറുതെ വായിൽ പറഞ്ഞ തള്ളിയതാണോ ഷിബു? ഇവിടെ ഇന്നസെന്റ് MP നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എണ്ണി പറയാൻ എനിക്ക് യാതൊരു പദ്ധതിയുടെ പേര് പറയാം. ഇവിടെ നമ്മുടെ ഈ അങ്കമാലിക്കകത്ത് തുടങ്ങി വെച്ച് 151 കോടി രൂപയ്ക്കാണ് ഈ ടെക്നോളജി സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്, അതിന്റെ വർക്ക് ആരംഭിച്ചത്. ആ വർക്ക് ഇപ്പോ കാടുകരി കിടക്കുകയാണ്. ശ്രീ ജിൻഡോ ജോൺ അങ്കമാലിക്കാരനാണ്. സമയമുണ്ടെങ്കിൽ എങ്കിൽ ചെന്ന് അവിടെ കാടുകരി കിടക്കുന്ന ആ ടെക്നോളജി സെന്റർ സംബന്ധിച്ചൊന്ന് അന്വേഷിക്കുന്നതായിരിക്കും എന്നാണ് സൂചിപ്പിക്കാൻ. രണ്ടാമത്തെ കാര്യം ബെന്നി ബെഹനാൻ ഞാൻ 19 കോടി 18 ലക്ഷം രൂപയുടെ പദ്ധതികൾ പറഞ്ഞപ്പോൾ പകുതി തുടങ്ങി വെച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലെ, തുടങ്ങി വെക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെങ്കിൽ അന്ന് ഇൻകൽ തുടങ്ങി വെച്ചിട്ട് പൂർത്തിയാക്കാതെ പോയ ഇന്നസെന്റ് ഒരു മോശപ്പെട്ട പ്രവർത്തനം അന്ന് നടത്തിയിട്ട് പോയത്. അതിന്റെ ഉത്തരവാദിത്തം 5 വർഷക്കാലം ഒരു MP കിട്ടുന്ന സമയത്ത് ഒരു പദ്ധതിയെ സംബന്ധിച്ച് DPR തയ്യാറാക്കി ഒരു പദ്ധതി ആരംഭിക്കുന്നു. 151 കോടി രൂപ മുടക്കി അതിന്റെ കെട്ടിടം പണി ആരംഭിക്കുന്നു. അതിനുശേഷം ഇന്നസെന്റ് തോൽക്കുന്നു. ഇവിടെ ബെന്നി ബെഹനാൻ MP വരുന്നു. സ്വാഭാവികമായും MSMEയുടെ കീഴിലുള്ള കേന്ദ്ര ഈ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തം ആർക്കാ? ശ്രീ ബെന്നി ബെഹനാനാണ്. 1 ഇഞ്ച് പോലും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിട്ട് മാത്രമല്ല അത് എന്തു ചെയ്തു എന്ന് ജിൻഡോ ജോൺ ഇംഗ്ലീഷ് ചെന്ന് അന്വേഷിക്കട്ടെ. ദയവ് എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കൾ, ആള് നിങ്ങൾ ചെന്ന് ഇംഗ്ലീഷ് അന്വേഷിക്കൂ. ഞാൻ പറഞ്ഞ പറയൂ. കോൺഗ്രസ് പ്രതിനിധി ചോദിച്ചു നരേന്ദ്രമോദി നടപ്പിലാക്കിയ വികസന പദ്ധതികളെ കുറിച്ച്. അതിനൊരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങൾ മത്സരിക്കുന്ന 400 സീറ്റ് ജയിക്കാൻ വേണ്ടിയിട്ടാ. കോൺഗ്രസ് മത്സരിക്കുന്നത് 40 സീറ്റ് മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. കോൺഗ്രസ് CPM 2 സീറ്റ് ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ അടുത്തെന്ന് എത്താനായിട്ട് രാഹുൽ ഗാന്ധിക്കോ മല്ലികാർജ്ജുന ഖാർഗെക്കൊന്നും അല്ല, ജിൻഡോ ചോദിച്ചു 80 കോടി ജനങ്ങൾക്ക് ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി, 11.8 കോടി വീടുകളിൽ ജൽജീവൻ മിഷൻ വഴി. എന്തുകൊണ്ട് പട്ടിണിയുടെ സ്ഥാനത്ത് നമ്മൾ 111 സ്ഥാനത്തേക്ക് വന്നു ഷാജു? 3 കോടി പ്രധാനമന്ത്രി ആവാസ് യോജന,
11.7 കോടി ജനങ്ങൾക്ക് ശൗചാലയം, 39.65 കോടി ജനങ്ങൾക്ക് മുദ്രാ ലോൺ, അതുപോലെ തന്നെ 20 കോടി വനിതകൾക്ക് കോവിഡ് കാലഘട്ടത്തിൽ ജൻധൻ യോജന വഴി സഹായം കൊടുത്തു. ഒരു നിമിഷം സാർ, അല്ല ഇതൊക്കെ കഴിഞ്ഞിട്ടും പട്ടിണിയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം 111 സ്ഥാനത്തേക്ക് വന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു മുണ്ടാക്കട്ടെ. ഞാൻ വീക്ഷണത്തിന് ദേശാഭിമാനി കണക്കല്ല പറയുന്നത്, ഞാൻ നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതി കണക്കാ പറയുന്നത്. ഇത് വീക്ഷണം ദേശാഭിമാനി വായിച്ചുള്ള കണക്കാണ്. ഇത് എണ്ണി പറയുമ്പോ കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത കാണിക്കണം. അല്ല ഷാജു, ജിൻഡോ വളരെ ലളിതമായ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. പെട്രോളിന്റെ വില 50 രൂപയാക്കാമെന്ന് പറഞ്ഞു, ആക്കിയോ? ബിജെപി പറഞ്ഞിട്ടില്ല. സുരേന്ദ്രന്റെ വാർത്താ ശ്രദ്ധിച്ചാൽ മതി. സുരേന്ദ്രന്റെ നേതാവിനെ തള്ളിപ്പറയരുത്, നേതാവിനെ തള്ളിപ്പറയരുത്. സുരേന്ദ്രൻ പറഞ്ഞ കാര്യം 50 രൂപയ്ക്ക് പെട്രോൾ, 50 രൂപയ്ക്ക് ഡീസൽ ഇത് കിട്ടുമ്പോ നിങ്ങൾക്ക് സമാധാനാകും. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ ഒരു നിമിഷം. ശരി 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 അതായത് താങ്കളുടെ നേതാവായ UDF രാഹുൽ ഗാന്ധിയെ നേരിടുന്ന കെ സുരേന്ദ്രനെ തള്ളി പറഞ്ഞിരിക്കുന്നു. 57 വർഷക്കാലം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചു. ഈ രാജ്യത്തെ അതുകൊണ്ടാണ് നിങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നത് സാർ. പെട്രോൾ വിലക്കുറവ് നടപ്പാക്കിയിട്ടില്ല. ബിജെപി പറഞ്ഞിട്ടില്ല. ബിജെപിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് പറയൂ. നിങ്ങൾക്ക് എന്ത് വിളിച്ച് പറയാമോ? അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 50 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയോ എന്നതാണ് ചോദ്യം. ബിജെപി അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ കെ സുരേന്ദ്രൻ പറഞ്ഞു. കെ സുരേന്ദ്രൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടാണോ? അപ്പോ അതിന് ശ്രദ്ധപ്പെട്ടിട്ടില്ല. ശ്രദ്ധപ്പെട്ടിട്ടില്ലേ? കെ സുരേന്ദ്രൻ പറഞ്ഞത് ശ്രദ്ധപ്പെട്ടിട്ടില്ല. വർഷമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കാര്യം 10 വർഷമായിട്ട് ശ്രദ്ധയിൽപ്പെടാത്ത ആളാണ് ഇവിടെ ബിജെപിക്ക് വേണ്ടി. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷന് ശേഷം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ പെട്രോൾ 50 രൂപയ്ക്ക് തരാമെന്നുള്ളത് ബിജെപിയുടെ നയമേ അല്ല. ഈ നാടിന് വികസനം ചർച്ച ചെയ്യേണ്ടടുത്ത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് വേറെ പല വിഷയങ്ങളാണ്. പെട്രോൾ അല്ലേ ചർച്ച ചെയ്യേണ്ടത്? പെട്രോൾ ചർച്ച ചെയ്യണ്ടേ? നോക്കൂ ഷാജു, CSDS ഇന്നലത്തെ സർവേയിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളുടെ സർക്കാരിന് വലിയ പിന്തുണയില്ല. 1 തൊഴിലില്ലായ്മ റോക്കറ്റ് പോലെ കൂടി, 2 വിലവർധന അതും കൂടി, അതിന്റെ കാരണമാണ് ഡീസൽ പെട്രോൾ, 3ാമത്തേതാണ് പട്ടിണി, ഇതും കൂടി. പ്രിയപ്പെട്ടവരെ, ഈ ഡീസലും പെട്രോളിന്റെയും വില, ആ വിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് ഈ രാജ്യത്തെ കോടാനുകോടി മാത്രം പറയരുത്, അത് മാത്രം പറയരുത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ്. ആളുകൾക്ക് കഴിക്കാൻ വല്ലതും കൊടുത്തിട്ട് വേണ്ടേ പുറത്തേക്ക് പോകുന്ന ആഫീസ് കെട്ടാൻ? നാട്ടിലെ ജനങ്ങൾക്ക് ഞാനൊന്ന് പ്രതികരണം കൂടെ എടുത്തിട്ട് വരാം. ഒരു നിമിഷം. എന്താണ് മണ്ഡലത്തിലെ സാധ്യത? മണ്ഡലത്തില് ബെന്നി ബെഹനാൻ വൻപിച്ച പുരുഷത്തോടുകൂടി വിജയിച്ചെന്നിരിക്കും. എന്തുകൊണ്ട്? തീർച്ചയായിട്ടും ബെന്നിച്ചേട്ടൻ ഇവിടെ കാഴ്ചവെച്ച ജനങ്ങളുടെ ഒപ്പം ഇന്നും നിലനിന്ന MP ആണ് ബെന്നിച്ചേട്ടൻ. രവീന്ദ്രനാഥ് ഒരു മികച്ച വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നില്ലേ? രവീന്ദ്രനാഥിന് ഇവിടെ ആൾക്കാർക്ക് അറിയൂടിയില്ല. അറിയില്ലേ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥിനെയോ? ആള് ഇവിടെ അദ്ദേഹത്തിന്റെ കാലത്താണ് ഒരു സ്കൂളിൽ ഒരു കുട്ടി പാമ്പ് കടിച്ച് മരിച്ചത്. അതിനുശേഷമുള്ള സ്കൂളുകളൊക്കെ മെച്ചപ്പെട്ടില്ലേ? അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ ഒരു സ്കൂള് ഇപ്പോഴും പൊളിഞ്ഞ കുത്തി ഒന്ന് തൊട്ടാൽ വീഴുന്ന ഇവിടത്തെ സാധാരണ ജനങ്ങളുടെ അടുത്ത് LDFന്റെ സ്ഥാനാർത്ഥി ആരാണെന്നൊന്ന് ചോദിച്ചു നോക്ക്. അവർക്ക് പേര് പോലും കൃത്യമായിട്ട് അറിയില്ല. ഈ പറഞ്ഞ LDF പേര് പോലും അറിയില്ല. അങ്ങനെയാണോ അവസ്ഥ മണ്ഡലത്തിൽ? എങ്ങനെയാ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാധ്യത? ഇവിടെ UDF ആണ്, ബെന്നി ബെഹനാണ് ജയിക്കുന്നത്. ഒപ്പമുണ്ട് MP പദ്ധതിയിലൂടെ, ഒപ്പമുണ്ട് MP പദ്ധതിയിലൂടെ ഇവിടുത്തെ ഭിന്നശേഷിക്കാർക്കും സാധാരണക്കാർക്കും കോവിഡ് കാലത്ത് വാക്സിനേഷനും പിന്നെ റെയിൽവേ വികസനം ഒക്കെ കൂടി ചെയ്തതാണ് ബെന്നി ബെഹനാൻ. അതുകൊണ്ട് തന്നെ ബെന്നി ബെഹനാന് പിന്തുണയുണ്ട്. എന്താ സാധ്യത? ഇവിടെ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ജീർണിച്ച അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകാൻ. അതായത് LDF ഇവിടെ സ്റ്റേറ്റ് ഭരിക്കുന്നു, NDA കേന്ദ്രം ഭരിക്കുന്നു, കോൺഗ്രസ് വിവിധ സ്റ്റേറ്റുകളിൽ ഭരിക്കുന്നു. പക്ഷെ അഭിപ്രായം പറയുന്നവനെ കൂച്ചുവിലങ്ങിടുന്ന ഒരു നയം
ഇവരൊക്കെ അധികാരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നു. ഭൂരിപക്ഷമുള്ളവൻ എന്ത് അധികാരവും കാണിക്കാം. ഇതിനൊരു പരിധി വരുത്താൻ ഒരു സമാപ്തി വരുത്താൻ സാധിക്കും. ആര് വന്നാലും ശരിയാവുക, ആര് വന്നാലും ശരിയാവും എന്നുള്ളതല്ല. ജനാധിപത്യത്തില് പ്രതിപക്ഷത്തിനും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം വേണം. അത് വേണം, തീർച്ചയായിട്ടും വേണം. അത് ഈ 4 സ്ഥാനാർത്ഥികളിൽ ആർക്കായിരിക്കും സാധ്യത എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയില്ല. ഇവരിൽ ആര് വന്നാലാണ് നന്നാവുക, നാട് നന്നാവുക? നമുക്ക് വന്ന് പ്രവർത്തിക്കാം. നിലപാടുണ്ടാവുമല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞ ആശയം. അതായത് ഈ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ NDA വരുന്നതാണോ നല്ലത്, LDF വരുന്നതാണോ നല്ലത്, കോൺഗ്രസ് വരുന്നതാണോ നല്ലത്, ഈ ആം ആദ്മി പാർട്ടി വരുന്നതാണോ? ഞാൻ പറഞ്ഞത് 76 വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ട് ജയിച്ചു വരുന്നവര് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന ആരായിരിക്കും അത് എനിക്ക് പറയാൻ കഴിയില്ല. കണ്ടെത്തട്ടെ. എന്താണ് ഇവിടെ ദൂഷിച്ചേട്ടാ പറഞ്ഞോ. ചോദ്യം ആദ്യമായിട്ട് ആരിവിടെ ജയിക്കുമെന്നുള്ള അങ്ങനെ ചോദിച്ചത്. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ LDF പ്രൊഫസർ ജയിക്കുമെന്ന് തന്നെയാണ്. അതിന് കാരണം എനിക്ക് UDFന്റെ പ്രതിനിധിയോടെ ചോദിക്കാനുള്ളത്. ചോദിച്ചോ. നിലവിലുള്ള MP തന്നെയാണ് അടുത്ത ഇലക്ഷനെ അഭിമുഖീകരിക്കുന്നത്. അങ്ങേരുടെ മൂക്കിന് താഴെ ഇവിടെ അർബൻ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ബാങ്ക് പൊളിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരാണ് ആ ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 100 കോടി രൂപ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ അവിടുന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോയി. ബാക്കി ഇവിടെ ആത്മഹത്യാ കാര്യ പ്രശ്നങ്ങൾ വരെ നടക്കുന്നു. അദ്ദേഹം മൗനം അവലംബിക്കുന്നു. ഒരു വലിയ പ്രശ്നം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന വലിയ പ്രശ്നം നടക്കുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധി ഇത് കണ്ടില്ല എന്ന് പഠിക്കുന്നത് മാരകമായ ഒരു കുറ്റം തന്നെയാണ്. അതുകൊണ്ട് ഈ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ 33 കോടി രൂപ ആ ബാങ്കിൽ നിന്ന് കട്ടെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഇലക്ഷൻ സമയത്തെങ്കിലും അതിൽ 10 കോടി രൂപയെങ്കിലും ഇവിടെ ഈ ബാങ്കിലേക്ക് എത്തിച്ച് ഇവിടുത്തെ ആത്മഹത്യ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനുള്ള ഒരു സംവിധാനം, ഒരു ശ്രമം, ഒരു ഫലപ്രദമായ ശ്രമം നടത്തിയിട്ടില്ല. നടത്തണം എന്ന് മാത്രമായിരിക്കും. വളരെ ചുരുക്കി ആർക്ക് സാധ്യത? ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മോദി കൊടുത്ത പദ്ധതികള് ഇവിടെ ഒരു കുടുംബത്തിൽ പോലും ഒരു പദ്ധതി പോലും കിട്ടാത്ത ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ട ആളുണ്ടോ നോക്കിയിട്ട് ഇവിടെ മോദി കൊടുത്ത പദ്ധതികള് ഏതെങ്കിലും കിട്ടാത്ത ഒരാൾ ഇവിടെ നിൽക്കണമെന്ന് പറയട്ടെ. അവർ ചോദിക്കൂ അതിന് പരിപാടി വരിക. നേരത്തെ കണ്ടു BJPയുടെ പ്രതിനിധിയോട് LDFന്റെ പ്രതിനിധിയും അതോടൊപ്പം കോൺഗ്രസിന്റെ പ്രതിനിധിയും രണ്ടുപേരും ഒരുമിച്ച് ആക്രമിക്കുന്നു. ഒറ്റ മുന്നണി. അതായത് നമ്മള് കേരളത്തിന് പുറത്ത് അവർ കല്യാണം കഴിച്ചു. കേരളത്തിൽ അവർക്ക് അവിഹിത ബന്ധം. അതാണ് കാണുന്നത്. ഒരു ടീം 4 സീറ്റ് നേടിയാലാണ് അവർക്ക് 4 സീറ്റ് കിട്ടിയില്ലെങ്കിൽ നേരത്തെ ഇവരുടെ തന്നെ നേതാവ് പറഞ്ഞ ഈരാം ബീച്ചോ മരപ്പെട്ടിയോ ഒക്കെ വരും. അപ്പൊ അത് സംരക്ഷിക്കേണ്ട അവർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. പിന്നെ 40 സീറ്റ് പരസ്പര സഹായ സംഘമാണ്. ആനി രാജോട് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? എന്ത് ഉത്തരം പറയും? രാഹുൽ ഗാന്ധി എന്ന് പറയും. തിരിച്ചു ചോദിക്കാം. അപ്പൊ ആര് ജയിക്കണം ഇവിടെ ചോദിച്ചാൽ എന്ത് പറയേണ്ടി വരും? ഞാൻ ജയിക്കണം. അപ്പോൾ എന്ത് ലോജിക്കാവുള്ളത്? എന്താണ് നയം ഇവരുടെ? രാഷ്ട്രീയ നയമുള്ളത്? ഞാൻ വരാം നിങ്ങളിലേക്ക്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം ചാലക്കുടിയിൽ നിന്നും അങ്കമാലിയിൽ നിന്നും ഇടവേളയ്ക്ക് ശേഷം തുടരും. ഇനിയുമുണ്ട് വോട്ടർമാർക്ക് പറയാൻ. ഷോർട്ട് ബ്രേക്ക്. നാടിറങ്ങുന്ന കാടുമുള്ള ഒരു മണ്ഡലമാണ് ചാലക്കുടി. അതുകൊണ്ട് തന്നെ കടലിലെ പ്രശ്നങ്ങളും ഒപ്പം ഈ കാടിന്റെ തീരത്ത് താമസിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളും മണ്ഡലത്തിൽ ചർച്ചയാവും. ഒപ്പം ന്യൂനപക്ഷ വോട്ടും കൂടുതൽ ഉള്ള ഒരു മണ്ഡലം. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളും മണ്ഡലം ചർച്ച ചെയ്യുമെന്ന് ഉറപ്പ്. മണ്ഡലത്തിലെ വോട്ടർമാർ ചേട്ടൻ എന്തോ പറയാൻ വന്നു, എന്താ ചുരുക്കി പറഞ്ഞേ? ഗാന്ധിജിനെ കൊന്നതാരാ? ഗാന്ധിജിനെ കൊന്നതാരാ? ചോദ്യം ചോദ്യം. അത് മറുപടി പറയണം BJPക്കാർ അല്ലേ? അത് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയാവൂ? ചർച്ചയൊന്നുമില്ല. പിള്ളേര് പഠിക്കണം. ചേട്ടൻ സങ്കടമുണ്ട്. ഓക്കെ, ശരി. പറഞ്ഞാട്ടെ. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഈ പ്രാവശ്യം NDAയുടെ സ്ഥാനാർത്ഥി ശ്രീമാൻ KA ഉണ്ണികൃഷ്ണൻ വിജയിക്കും. അതിന്റെ കാരണം
കേരളത്തിന് കഴിഞ്ഞ ഈ 56 മുതൽ കേരളം സംസ്ഥാനം രൂപം കൊണ്ട് ഈ കാലയളവ് വരെ ഇവര് ഇടതും വലതും ഭരിച്ച് 4,72,310 രൂപ കടം ആക്കി വെച്ചേക്കാണ്. ഈ കടക്കണിയിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തണം. ഈ കടക്കണിയിൽ നിന്ന് ഇന്നിപ്പോ കേന്ദ്രത്തില് രാജ്യത്തിന്റെ കടം എത്രയാ? എന്തോ രാജ്യത്തിന്റെ കടം? അല്ല, രാജ്യത്തിന്റെ കടം എന്ന് പറഞ്ഞാൽ പൊതുവായ കടം, എല്ലാ സംസ്ഥാനങ്ങളും എടുക്കുന്ന കട. രാജ്യത്തിന്റെ കടം പൊതുവായ കടമാണ്, കടമാണ്. രാജ്യത്ത് ഇങ്ങനെ ഈ തരം ദുരവസ്ഥയില്ല. കേരളം സുപ്രീം കോടതിയിൽ കേസ് കൊടുത്താണ്. എന്താ ആദ്യം പറഞ്ഞു 57,236 കോടി രൂപ ഞങ്ങൾക്ക് ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞു. നോണ പറഞ്ഞു. എന്തായി? ഇപ്പൊ കടത്തിനല്ല, ഇപ്പൊ കടം തരാൻ കിട്ടാനുള്ളതിനല്ല ഇവര് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്താണ്. അപ്പൊ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചു, കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇവരെ മനുഷ്യച്ചങ്ങല നടത്തി. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലോട് അവഗണന കാണിക്കുന്നു എന്ന് നുണ പറഞ്ഞുകൊണ്ട് ഈ രണ്ടു കൂട്ടരും ഇടതും വലതും ഈ കടക്കണികൾക്ക് ഉത്തരവാദിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മുഴുവനും കടക്കണിയാണ്, കൊള്ളയടിച്ചേക്കാണ് ഇവർ രണ്ടു കൂട്ടരും. കരിമൽ കർത്തയുടെ കയ്യിൽ നിന്ന് CPM വാങ്ങിയിരിക്കുന്ന മാസപ്പടി, മുഖ്യമന്ത്രിയുടെ മകൾ മേടിച്ചാണ് മാസപ്പടി. ED അന്വേഷണത്തിൽ നമുക്കറിയാം. ഇലക്ട്രൽ ബോണ്ടോ? കരിമണൽ ഇലക്ട്രൽ ബോണ്ടോ? ഇലക്ഷൻ ബോർഡ് പറയാം. ഇലക്ഷൻ ബോർഡ് നീതിപൂർവം നിയമപരമായിട്ട് നടത്തിയ അഴിമതിയാണ്. രാഷ്ട്രീയ പാർട്ടികള് അഴിമതിയല്ല, നികുതി കൊടുത്തുകൊണ്ട് സുപ്രീം കോടതി പണമാക്കണതാ. സുപ്രീം കോടതി റദ്ദാക്കിയത് എന്താ? വിധിച്ചിട്ടില്ലല്ലോ. വിധിച്ചില്ല. ഇലക്ട്രൽ ബോർഡ് ഇല്ലാതാക്കി. ഇലക്ഷൻ ബോർഡ് കളവാണെന്ന് പറഞ്ഞിട്ടില്ല. ഇലക്ട്രൽ ബോർഡ് ഇല്ലാതാക്കി. നിയമാനുസൃതമായ അഴിമതിയാണത്. ഇവിടെ കേരളത്തിൽ കരിമണ്ണൂര് സൊസൈറ്റികൾ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇടതുപക്ഷം കൊള്ളയടിച്ചത്. അവിടെ കണ്ടല തിരുവനന്തപുരം ഭാസുരാന്തരൻ. അതുപോലെ ഇവിടെ ഈ അങ്കമാലിയിലെ അർബൻ സഹകരണ ബാങ്ക് കേരളത്തിലെമ്പാടും മുഴുവൻ കൊള്ള നടത്തിയാണ്. ഇടതിനും വലതിനും ഭരിക്കുന്ന സൊസൈറ്റികൾ മുഴുവനും. BJP ഭരിക്കുന്ന 2 സഹകരണ സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ BJP ഭരിക്കുന്ന 2 സഹകരണ സ്ഥാപനമുണ്ട്. ഉണ്ടെന്ന് അവിടെ ഉണ്ട്. മോദിയുടെ ഗ്യാരണ്ടിയാണ് പുതിയ കേരളം. അങ്ങനെ പുതിയ കേരളം പടുത്തുയർത്തണമെങ്കിൽ BJP വരണം. ഓക്കെ, ഉണ്ണികൃഷ്ണൻ വിജയിക്കണം. പറഞ്ഞോ ചുരുക്കി. എന്താ അങ്ങനെ സാധ്യത? സ്ഥാനാർത്ഥി യോഗ്യതയുണ്ട്, വിദ്യാഭ്യാസമുള്ള ആളാണ്. കഴിഞ്ഞ വിദ്യാഭ്യാസ മിനിസ്ട്രി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്. മികച്ച വിദ്യാഭ്യാസ മന്ത്രി ട്രാക്ക് റെക്കോർഡുണ്ട്. കൂടാതെ എനിക്കൊരു ചോദ്യം UDF-ലാണ് ചോദിക്കാനുണ്ട്. ഒരു ഡൗട്ടാണ്. കഴിഞ്ഞ 17 ലോക്സഭ ഇലക്ഷൻ മറ്റേ പീരീഡില് 303 സീറ്റുകള് BJP നേരിടുന്നു. അപ്പൊ കഴിഞ്ഞ തവണ മറ്റേ രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചു. ഓക്കെ, നമുക്ക് സമ്മതിക്കാം. പക്ഷെ ഈ തവണ എന്തുകൊണ്ട് വയനാട് ചൂസ് ചെയ്തു? ഈ 303 ഒന്ന് ചൂസ് ചെയ്യാൻ പാടില്ലായിരുന്നോ? കാരണം അങ്ങനെയാണെങ്കിൽ BJP നേരിട്ട് മത്സരിക്കാൻ എന്താണ് അല്ലേ? അതാണ് ചോദ്യം. ഓക്കെ, ആ ചോദ്യത്തിലേക്ക് വരാതിന് മുമ്പ് എന്താ നിലപാട്? നിർമ്മല സീതാരാമൻ പറഞ്ഞത് നയാ പൈസ കേരളത്തിന് കൊടുക്കാനാന്ന് പറഞ്ഞത്. എന്നിട്ട് 13,600 കോടി കൊടുത്തോ? ഇപ്പൊ നെല്ല് സംഭരിച്ച് 10 ദിവസം കൊടുക്കാനാന്ന് പറഞ്ഞു. 200 കോടി കൊടുത്തോ? അപ്പൊ ഈ പറഞ്ഞത് BJP പറയുന്നത് നേരാണോ? ഓക്കെ, കേരളത്തിൽ പണം കൊടുക്കാനില്ല എന്ന് പറഞ്ഞത് കള്ളമാണ് അല്ലേ? ഓക്കെ. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രൊഫസർ രവീന്ദ്രനാഥ് മാഷ് വളരെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്തുകൊണ്ട്? മാഷ് ഇതിനു മുമ്പ് കൊടകര മണ്ഡലം കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന കൂടാരമായിരുന്ന ഒരു മണ്ഡലമാണ് കൊടകര. ആ മണ്ഡലത്തിൽ 2006 മത്സരിച്ച് കന്നി അംഗത്തിൽ തന്നെ 19,000 വോട്ടിന് ജയിച്ച ആളാണ് രവീന്ദ്ര മാഷ്. 2011 26,000 വോട്ടിന് ജയിച്ചു. 2016 39,000 വോട്ടിന് ജയിച്ചു. ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. ഇത് ലോക്സഭാ മണ്ഡലമാണ്. അതെ, ലോക്സഭാ മണ്ഡലമാണ്. ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം അങ്കമാലിക്ക് ചാലക്കുടിക്ക് പാഴായ 5 വർഷക്കാലമാണ്. യാതൊരുവിധ വികസന പ്രവർത്തനവും അങ്കമാലിക്ക് നടത്തിയിട്ടില്ല. ഫണ്ട് മുഴുവൻ ചെലവഴിച്ചു. അവര് പറഞ്ഞിട്ട് കണക്കിലൊക്കെ പറയുന്നുണ്ട്. അങ്കമാലി എടുത്തു കാണിക്കാൻ പറയുന്ന ഏതൊരു വികസനം പറയട്ടെ, എടുത്തു കാണിക്കാൻ പറയുന്ന മറ്റൊന്ന് ഇവിടെ പറഞ്ഞു. ഇവിടെ കോവിഡ് സമയത്ത് ചെയ്തു. ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അല്ലെങ്കിൽ ബൂത്ത് കമ്മിറ്റി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയും അങ്കമാലിക്ക് നടപ്പാക്കിയിട്ടില്ല. ഇലക്ഷൻ കൺവെൻഷൻ സെന്ററിൽ ഈ വാക്സിൻ കൊണ്ടുവന്നില്ലേ? വാക്സിൻ കൊണ്ടുവന്നത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നല്ലേ? അതെല്ലാവർക്കും MP യുടെ ഇടപെടലൂടെ അല്ലേ? അല്ലല്ല, അത് എല്ലാവർക്കും കൊടുക്കണമാണ്. അത് ഈ MP ആയാലും ഏത് MP ആയാലും കൊടുക്കണം. അത് രാജ്യവ്യാപകമായി കൊടുക്കുന്നതാണ്. ചാലക്കുടിക്ക് മാത്രമുള്ളതല്ല. ശരി, എന്താ പറഞ്ഞോ? പെട്ടെന്ന് പറഞ്ഞോ. മൈക്കോണ ഞാൻ വരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രൊഫസർ C രവീന്ദ്ര മാഷ് ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം രവീന്ദ്ര മാഷ് മത്സരിക്കുമ്പോഴും അതിനുശേഷം ജയിച്ചാലും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കും. കോൺഗ്രസിനെ പോലെ മനു അഭിഷേക് സിംഗ്വിയോടൊപ്പം ഇരുന്ന് ചായ കുടിച്ച് ഉച്ചയ്ക്ക് പോയി നിയമസഭയിൽ BJPക്ക് വോട്ട് ചെയ്ത പോലെ ആയിരിക്കില്ല ഈ
മണ്ഡലത്തിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ഈ രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ BJP-ക്കെതിരായി ഉറച്ച ശബ്ദമാകുവാൻ പ്രൊഫസർ സി രവീന്ദ്ര മാഷിന് മാത്രമേ കഴിയുകയുള്ളൂ. BJP വിരുദ്ധ നിലപാടെടുത്ത MP അല്ലേ? അല്ലല്ല, BJP വിരുദ്ധ നിലപാട് എവിടെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? STPയുടെ വോട്ട് നേടുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വേണ്ടത് വെച്ചു അവര് അത് പറയുന്നുള്ളൂ. പറയുന്നത് 22 അത് 12 മുൻ മുഖ്യമന്ത്രിമാർ ഇന്ന് BJP-യുടെ കൂടാരത്തിലാണ്. 100ഓളം വരുന്ന BJP-യുടെ മുൻ MP-മാർ, കോൺഗ്രസിന്റെ മുൻ MP-മാർ ഇന്ന് BJP-യിലാണ്. മുൻ MLA-മാർ BJP-യിലാണ്. അങ്ങനെയുള്ള ഒരു കോൺഗ്രസിനെ എങ്ങനെയാണ് ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയുക? നട്ടലുള്ള ഒരു കോൺഗ്രസ്സുകാരനും പോയിട്ടില്ല. അപ്പൊ നട്ടിലുള്ള കോൺഗ്രസ്സുകാരല്ല AK ആന്റണിയുടെ മകൻ, അതുപോലെ തന്നെ പത്മജ വേണുഗോപാല് ലീഡറുടെ മകൾ. അങ്ങനെയുള്ള കോൺഗ്രസിനെ എങ്ങനെയാണ് BJP-യെയും RSS-നെ നേരിടുവാൻ? അതാണ് ചോദ്യം. പെട്ടെന്ന് ചുരുക്കി. എനിക്ക് ചോദിക്കാനുള്ളത് BJP-യുടെ പ്രതിനിധിയോടാണ്. അത് മറ്റൊന്നുമല്ല, അതായത് 50 രൂപയ്ക്ക് പെട്രോളും 15 ലക്ഷം രൂപ വെച്ച് ഓരോരുത്തരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാങ്ക് നോട്ട് നിരോധനം കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോ ഈ കഴിഞ്ഞ 1 മാസം മുമ്പ് 2 രൂപ പെട്രോളിന് വില കുറച്ചിരുന്നു. അതായത് എന്നെ പോലെ സാധാരണക്കാർ ഇപ്പൊ വിചാരിക്കുന്നത് ഓരോ മാസവും ഇലക്ഷൻ വരികയാണെങ്കിൽ 2 രൂപ വെച്ച് പെട്രോളിന്റെ കുറയും എന്നുള്ളതാണ്. കാരണം 110 രൂപയാണ് ഇന്ന് പെട്രോളിന്റെയും, 100 രൂപയും മേളിലുമാണ് ഡീസലിന്റെയും വില. 1000 രൂപ ഇന്ന് പാചകവാത ഗ്യാസിന് കൊടുക്കണം. അതായത് ഓരോ ആളുകളും സബ്സിഡി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വീട്ടമ്മമാരെ കൊണ്ടും ബാങ്ക് അക്കൗണ്ട് ഇടിപ്പിച്ചതാണ്. എന്നിട്ട് എന്റെ വീട്ടിൽ കക്കൂസ് എന്റെ അപ്പൻ പണിത കക്കൂസാണ്. ഈ പറയുന്ന നരേന്ദ്രമോദി പണിത കക്കൂസല്ല, എന്റെ അപ്പൻ അധ്വാനിച്ച് പണിത കക്കൂസാണ് എന്റെ വീട്ടിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ നിൽക്കുന്ന BJP പ്രവർത്തകർക്ക് ആരെങ്കിലും ഈ കഴിഞ്ഞ മാസത്തെ ഗ്യാസിന്റെ സബ്സിഡി കിട്ടിങ്ങി നിങ്ങൾ പറയൂ, ഗ്യാസിന്റെ സബ്സിഡി കിട്ടിയോ? പറഞ്ഞോ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നമ്മൾ ഇവിടെ മത്സരിക്കുന്നുണ്ട്. ആ രാഹുൽ ഗാന്ധി ഇവിടെ ഇലക്ഷൻ വന്നപ്പോ കോൺഗ്രസിന്റെ ഒരു കൊടി കൊടുത്ത് പിടിക്കാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യം, സ്വന്തം കൊടി സംരക്ഷിക്കാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെ ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കും? ചുരുക്കി ഇനി അതിരുകളിലേക്ക് പോകണം. പറഞ്ഞോ. ഇവിടെ ഈ നിൽക്കുന്ന കോൺഗ്രസ്സുകാരും CPM-കാരും കൂടിയാണ് എന്റെ ചോദ്യം. ഇവിടെയുള്ള ആളുകളെ എങ്ങനെ CPM-നും കോൺഗ്രസിനും വോട്ട് ചെയ്യും? കാരണം ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോ വാളയാറ് ഇടുക്കിയില് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പാവപ്പെട്ടവന്റെ നികുതി പണം കൊടുത്ത് കോടികള് സിറ്റിംഗ് ഫീസ് കൊടുത്തുകൊണ്ട് കോടതി കൊണ്ടവന്മാരൊക്കെ ഊരിവിട്ടവന്മാർക്ക് പുറത്ത് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ അവിടെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ വിഹിതബന്ധത്തിന്റെ കാര്യമില്ല. രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞു 15 ലക്ഷം വെച്ച് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇടാന്ന്. അത് ഡോക്ടർ തന്നെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അല്ല, ഹിന്ദി സ്കൂളിൽ പഠിക്കാൻ വിടുമ്പോ പഠിക്കാൻ പോണം, അപ്പോഴേ വാക്കിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഇവിടെ ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ 3ാമത്തെ ലോകശക്തി ആവണമെന്നുണ്ടെങ്കിൽ NDA ഭരണത്തിൽ വരും. 350 സീറ്റിന് മേളിൽ സീറ്റ് പിടിച്ച് BJP ഈ തവണ അധികാരത്തിൽ വരും. യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല അഴിമതിയുടെ കൂത്തരങ്ങായിട്ടുള്ള താങ്കൾ തന്നെ പറഞ്ഞു, കാട്ടിൽ നിന്ന് ആന വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. കാരണം കാട് വെട്ടിത്തെളിച്ചവന്മാരെ സംരക്ഷിക്കുന്ന ഇന്നത്തെ മന്ത്രിസഭ, ഇന്നത്തെ മുഖ്യൻ എന്താ മിണ്ടാത്തത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോ പോണം. ED നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നെഞ്ചു നിവർത്തി ചെല്ലണം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, തെറ്റ് ചെയ്തുകൊണ്ട് 9 പ്രാവശ്യം കടലാസ് കൊടുത്തിട്ടപ്പോ കേജ്രിവാൾ പോയില്ല. ഇപ്പൊ ഇവന്മാർ ആരെങ്കിലും കേജ്രിവാളിന്റെ പേര് പറയണ്ട, കാരണം അയാൾ ഭൂലോക തട്ടിപ്പാ. തോമസ് ഐസക്ക് ഒറ്റ പ്രാവശ്യം വിളിച്ചപ്പോ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല മസാല ബോണ്ട് ചെയ്ത് ആൾക്കാരുണ്ട് എന്ന് ആരാ പറഞ്ഞേ? തോമസ് ഐസക്ക്. കോടതി ഇപ്പൊ മുട്ടുമ്പോ നിന്നു, ഇലക്ഷൻ കഴിഞ്ഞവരെ എന്നെ പിടിക്കല്ലേ, എന്നെ വിളിപ്പിക്കല്ലേ. എന്നിട്ട് കോടതി എന്ത് പറഞ്ഞു? കോടതി പറഞ്ഞു അയാൾക്ക് ഒരു താൽക്കാലികമായിട്ട് ഒരു ശാന്തി കൊടുക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവും. ശരി. മറുപടി ഷിബുവിൽ നിന്ന് തുടങ്ങാം. ഷിബു, നോക്കൂ, ഈ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഇവർ പറഞ്ഞതിന്റെ ചുരുക്കി പറയൂ. ഈ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വിരുദ്ധ വികാരം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരും BJP-ക്കാരും മാത്രമാണ്. ഇവിടെയുള്ള 4 മാസം പെൻഷൻ വാങ്ങാത്തവരുണ്ടല്ലോ. 4 മാസം പെൻഷൻ വാങ്ങാത്ത ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ 6 മാസം കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പോ 3 മാസത്തെ പെൻഷൻ കൊടുത്തു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കാത്തതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ജനത്തിന് ബോധ്യമായിട്ടുണ്ട്.
എങ്ങനെയാണ് ഈ കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടുകാർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം ഇവിടെ ബി ജെ പി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഇവിടെ നമ്മുടെ രാജ്യത്ത് ആഗോള പട്ടിണി സൂചികയിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം 111. തൊഴിലില്ലായ്മയുടെ നിരക്ക് 9.45%. നമ്മുടെ ഇവിടെയുള്ള വില വർധന നിരക്ക് ഏറ്റവും കൂടുതലാണ്. ഇതിൽ ഒരു ഭാഗത്ത് ബി ജെ പി ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് കൂടി പെട്രോൾ ഡീസൽ വില സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഈ കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ പെട്രോൾ വില വർധനവ് വരുത്താൻ വേണ്ടി മുഖ്യ കാരണമായത്. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിലാണ് രണ്ടാം യു പി എ സമയത്താണ് ഈ പെട്രോളിന്റെ വില നിശ്ചയിക്കാൻ വേണ്ടിയുള്ള അധികാരം ഈ പ്രൈവറ്റ് കമ്പനികൾ കൊടുത്ത് രണ്ടാം യു പി എ ഗവൺമെന്റ് സമയത്താണ്. ഈ പറയുന്ന നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഡീസലിന്റെ വില സർക്കാരിന്റെ കാലത്ത് സെസ് കുറച്ചു. ഞാൻ പറഞ്ഞോട്ടെ, ഈ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ കാലത്താണ് ഡീസലിന്റെ ബില്ല് നിശ്ചയിക്കാനുള്ള അധികാരം ഈ പറയുന്ന കമ്പനികൾക്ക് കൊടുത്തത്. ഇതിന്റെ എല്ലാം ഫലമായിട്ട് അന്താരാഷ്ട്ര രംഗത്തുണ്ടായിട്ടുള്ള കുറവ്, ഇവിടെ ആ കുറവ് വരുത്തിക്കൊണ്ട് കൊടുക്കുവാൻ തയ്യാറായിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ്. സ്വാഭാവികമായി അതിന്റെ തിക്ത അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ഏകദേശം 4 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പൈസ പോലും സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. സെസ്സായി അവർ പിരിച്ചെടുക്കേണ്ടായി. അപ്പൊ ആ നിലയിലാണ് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് കോൺഗ്രസ് ഇവിടെ സംബന്ധിച്ച് പറഞ്ഞു, ഞങ്ങൾ ആരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കാൻ നടക്കുന്നവരല്ല. കോൺഗ്രസ് ഇവിടെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ നടക്കുന്നവരല്ല. CPM എന്ന നിലയ്ക്ക് മനസ്സിലാക്കാനുള്ള വിവരം ഇപ്പോഴും സീതാറാം യെച്ചൂരി വോട്ട് ചെയ്യാൻ പോകുന്നത് പറയട്ടെ. സീതാറാം യെച്ചൂരി വോട്ട് ചെയ്യുന്ന അവിടെ ആരാണോ ജനാധിപത്യത്തിനും ഞാൻ പറഞ്ഞോട്ടെ എനിക്കും ശ്രീ അരുണിനും ഇവിടെയുള്ള എല്ലാവർക്കും അടുത്ത 2029 ഒരു ഇലക്ഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ BJP ഇന്ത്യ ഭരിക്കരുത്. എതിരായിട്ടുള്ള പോരാട്ടത്തിൽ BJPയുടെ ഫാസിസ്റ്റ് RSSന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ പോരാട്ടത്തിനകത്ത് കൂടെ കൂട്ടാവുന്ന എല്ലാവരും കൂട്ടി നിർത്തിക്കൊണ്ട് പ്രാദേശിക പാർട്ടി ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവിടെ മാറ്റം വരുത്തുവാൻ വേണ്ടി CPM ശ്രമിക്കും. അതിനെ തെറ്റായി BJP അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാൻ സാധ്യതയുള്ള കോൺഗ്രസിനെ ഇവിടുത്തെ വോട്ടർമാർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എങ്ങനെ കോൺഗ്രസ് ആകും? മത്സരിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ പാർട്ടി കോൺഗ്രസ് ആണ്. ഇപ്പോൾ അതായിരിക്കാം. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇനി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ പോകുന്ന പാർട്ടി പിന്നെ കോൺഗ്രസ് ആകുമെന്ന് എന്തുറപ്പ് പറയാൻ പറ്റും? പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കും. പാർട്ടികൾ DMK ഉണ്ട്, മറ്റ് വിവിധ പ്രാദേശിക പാർട്ടികൾ. ദേശീയ പാർട്ടിയായി ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് 23% വോട്ടുമായി നിൽക്കുന്ന ഒറ്റ പാർട്ടിയുള്ളൂ, അതാണ് കോൺഗ്രസ്. എവിടെ കോൺഗ്രസിന് 23%? എത്ര സംസ്ഥാനം ഭരിക്കുന്നുണ്ട് കോൺഗ്രസ്? ഭരണമില്ല സർ, മുഖ്യ പ്രതിപക്ഷമാണ് അവർ. കോൺഗ്രസിന് ആരെങ്കിലും വിശ്വസിച്ച് വോട്ട് ചെയ്യോ? കോൺഗ്രസിന് ചോദ്യത്തിന് മറുപടിയിലേക്കാണ്. കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യുമോ? BJP നോക്കൂ, ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP ആയി മാറുന്നു. ഒരു വോട്ടറും പറയുന്നു കോൺഗ്രസിനെ ആര് വിശ്വസിക്കുമെന്നാണ് ചോദ്യം. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകാൻ വേണ്ടിയിട്ടല്ല ഇവർ നിൽക്കുന്ന. അപ്പൊ പിന്നെ സീതാറാം യെച്ചൂരി പ്രധാനമന്ത്രി ആകാൻ വേണ്ടിയിട്ടാണെങ്കിൽ അദ്ദേഹം എവിടെയാണ് മത്സരിക്കുന്നത് നിങ്ങൾ പറയണം. നിങ്ങൾ എത്ര സീറ്റിൽ ഇന്ത്യയിൽ 540 ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. 543 സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. CPM എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട്? അതിൽ എത്ര സീറ്റ് നിങ്ങൾ ജയിക്കുന്നുണ്ട്? നിങ്ങൾക്ക് ഉറപ്പുള്ളതുണ്ട്. ഇനി നിങ്ങൾ പറയുന്നു വിശ്വസിക്കാൻ കൊള്ളാത്ത നേതാക്കന്മാരാണ് കോൺഗ്രസ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറം കുമളിക്കപ്പുറം രാഹുൽ ഗാന്ധിയുടെ നിങ്ങൾ പറഞ്ഞ ഈ മോശപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? നാണമാവില്ല ഇതൊക്കെ പറയാനായിട്ട്. നിങ്ങൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പൂർത്തിയാക്കട്ടെ. നിങ്ങൾ കോൺഗ്രസിന് വിശ്വാസമില്ല എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ ആളുകളെ കുറിച്ചിട്ടാണ് അല്ലേ? നിങ്ങളുടെ ബംഗാളിലെ CPMന്റെ പ്രമുഖ നേതാക്കന്മാരും MLA മാരും MP മാരടക്കം 111 പേര് പോയി BJPയിലേക്ക്.
നിങ്ങൾക്ക് എന്താ മറുപടി? ഇനി അല്ലല്ല പറയട്ടെ ഗഗൻ മുർമു എന്ന് പറഞ്ഞ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ എം പി ആയിട്ട് മത്സരിക്കാൻ പോയി. എന്താണ് നിങ്ങളുടെ മറുപടി? ഇനി കേരളത്തില് CK പത്മനാഭൻ DYFയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കിയിൽ മത്സരിച്ച NDAയുടെ കാൻഡിഡേറ്റ് ബിജു കൃഷ്ണൻ SFIയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. TV ബാബു CPIയുടെ നേതാവായിരുന്നു. അബ്ദുള്ളക്കുട്ടി SFIയുടെ നേതാവായിരുന്നു അല്ലേ? ശ്രീനഗരി രാജൻ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം BJPയുടെ സ്ഥാനാർത്ഥി ഇടുക്കിയിലെ MM മണിയോട് മത്സരിച്ച ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് 2 വോട്ടിന് പരാജയപ്പെട്ട ശ്രീനഗരി രാജൻ BJPയുടെ ദേശീയ കൗൺസിൽ മെമ്പറാണ്. ഇനി V വിശ്വനാഥ മേനോൻ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് BJPയിൽ പോയ പ്രമുഖ നേതാവ്, നിങ്ങളുടെ ധനകാര്യമന്ത്രിയായിരുന്നു. നാളമില്ല നേതാവ് ഇതൊക്കെ പറയാനായിട്ട്. ഓരോ പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് പോകുന്നതിന്റെ എണ്ണം എടുക്കുമ്പോ കോൺഗ്രസിൽ നിന്ന് KV തോമസ് വന്നതിനെ നിങ്ങൾ പൂട്ടുകൊണ്ടുപോയല്ലോ. നേതാക്കന്മാരും പാർട്ടിമാരും ലാഭം നോക്കി പലർത്തും പോകും. അത് അതിന്റെ പേരിൽ പറയരുത്. നിങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വാസമില്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ നിങ്ങൾ എന്തിനു വരുന്നു? വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം. കോൺഗ്രസ് ഇന്ത്യ മുന്നണിയെ തകർക്കുന്ന കാര്യത്തിനകത്ത് ആദ്യ നിലപാട് സ്വീകരിച്ച മധ്യപ്രദേശിലേക്ക് പ്രകടനം പോലും നടത്താതെ അതിലേക്ക് ഒരാളെ വിടാതെ ശരി 212 MLA-മാര് 112 MP-മാര് കോൺഗ്രസ് പോയത് കോൺഗ്രസ് ഉണ്ടാകുമോ? കോൺഗ്രസ് എവിടെയാണെങ്കിലും കോൺഗ്രസ് ഇന്ന് ഇവിടെ നിൽക്കുന്ന ത്രിപുരയില് ഒരു നിമിഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജീവനുള്ള കാലത്തോളം CPM തന്നെയായിരിക്കും എന്ന് ഉറപ്പാണ്. ഒറ്റ സംശയം, ഒരു നിമിഷം ഷിബു, ത്രിപുരയിൽ നിങ്ങളുടെ മണിക് സർക്കാർ കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കൂടി ഒപ്പം ഇരുത്തിക്കൊണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കൈക്കോട്ട് ചെയ്യണം എന്ന്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ 2029 എനിക്കും അരുണിനും ഇവിടെ നിൽക്കുന്ന BJP ഇതര ആളുകൾക്ക് വോട്ട് ജനാധിപത്യം ഉണ്ടാകണമെങ്കിൽ, വോട്ട് ചെയ്യണമെങ്കിൽ BJP ഭരണത്തിൽ നിന്ന് പുറത്തു പോകുക തന്നെ വേണം. ഷാജു മണ്ടക്കാടിലേക്കും NDA മുന്നണിയിലെ പ്രതിനിധിക്കുമുണ്ട് ചോദ്യങ്ങൾ. ഇടവേളയ്ക്ക് ശേഷം ഷകരവും ഗ്രാമവും ഇടകലർന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ, വ്യവസായികളുടെ പ്രശ്നങ്ങൾ, ഒപ്പം നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന മധ്യവർഗത്തിൽപ്പെട്ടവരും വിദ്യാർത്ഥികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ അത് ഈ മണ്ഡലത്തിൽ ചർച്ചയാവുന്നുണ്ട്. ഒപ്പം ദേശീയ വിഷയങ്ങളും. എന്തോ ചേട്ടൻ ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു ഇടവേളയ്ക്ക്. എന്തായിരുന്നു സംഭവം? 96 കോൺഗ്രസ് തീർന്നു പോണതാ. അന്ന് ഇടതുപക്ഷം പിന്തുണച്ചില്ലെങ്കിൽ 96 തീർന്നേനെ. അന്ന് ഞങ്ങളുടെ MP-മാരെ പിന്തുണച്ചാണ് ഒരു മന്ത്രിസ്ഥാനം പോലും ചോദിക്കാതെ ഈ കോൺഗ്രസിനെ വളർത്തിയത്. അത് പോയി BJP ഈ അവസ്ഥയിലെത്തി. കേരളം വിട്ട എവിടെ BJP അധികാരത്തിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി ഞങ്ങൾ പിന്തുണയ്ക്കും. പിന്തുണച്ച ഇടതുപക്ഷത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇടതുപക്ഷം ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എവിടെ ഒരു ജോൺ ബ്രിട്ടാസ് മതി. 25 MP-മാർക്ക് ഒരു MP മതി. ഒരു MP മതി. എന്തിനാ? കനൽ ഒന്ന് മതി. കനൽ ഒരു തരിമതി. എനിക്ക് ഞങ്ങളുടെ ചുറ്റരുവൻ നക്ഷത്രത്തെ പറ്റി വ്യവഹാരപ്പെടുന്ന കോൺഗ്രസ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചിഹ്നം എന്തായിരുന്നു? തൊങ്ങം വെച്ച കാളെവിടെ? പശു എവിടെ? അവസാനം അഖിലേന്ത്യാ ഫോർവേഡ് ബ്ലോക്കിന്റെ കൈ ചിഹ്നം ഇലക്ഷൻ കമ്മീഷന്റെ ഔദാര്യങ്ങൾ കിട്ടിയ കൈപ്പത്തി. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിൻഡോ ജോൺ ഇവിടെ പറഞ്ഞു, ഇവിടെ ജിൻഡോ ജോണിന്റെ വർത്തമാനം കിട്ടി കഴിഞ്ഞാൽ മൊത്തം ഇന്ത്യ ഭരിക്കുന്നത്, ഇന്ത്യയിൽ മൊത്തം എല്ലാ സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഉണ്ടെന്നാ. 2 സംസ്ഥാനമാണ് ഭരിക്കുന്നത്. 2 സംസ്ഥാനത്ത് ഭരിക്കുന്നത്. ഈ വീമ്പളക്കില് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറൊരു സംസ്ഥാനത്തും ഇല്ല. ജിൻഡോയ്ക്ക് മറുപടി പറയാനും ഷാജുവിനോടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ചുരുക്കി പറയും. ചില കാര്യങ്ങള് LDF-നും UDF-നും താല്പര്യപ്പെടുന്നില്ല. ആ പ്രിയപ്പെട്ട സുഹൃത്ത് വാളയാറും വണ്ടിപ്പെരിയാറും പറഞ്ഞു. അദ്ദേഹത്തിന് ആ പറയാൻ പോലും അനുവദിക്കാതെ കാണിക്കായിരുന്നു. രണ്ടാമത്തേത് ഇവിടെ ചെമ്പചിറ സ്കൂള് കിഫ്ബി പഞ്ചായത്ത് തൊട്ടടുത്ത പഞ്ചായത്താ. രവീന്ദ്രനാഥ് 10 കോടി രൂപ അനുവദിച്ച് പണിത ആ സ്കൂള് 10-ാം ദിവസം പൊളിഞ്ഞു വീണു.
മനസ്സിലായോ? 10ാം ദിവസം പൊളിഞ്ഞു വീണു. അത് പറയുമ്പോ വിഷമാണ്. പിന്നെ മറ്റൊന്ന്, ഒരു സുഹൃത്ത് ചോദിച്ചു 15 ലക്ഷം അക്കൗണ്ടിൽ ഇടാന്ന്. ഇതൊന്ന് കേക്കണം, നിങ്ങള് ഇത് കേക്കണം. മനസ്സിലായല്ലോ അരുൺ? കണ്ടല്ലോ, കണ്ടല്ലോ. അതിന് യാഥാർത്ഥ്യമാണ്. പിന്നെ നിങ്ങൾ ഷാജു അതൊക്കെ പറയുമ്പോഴും ഒരു കാര്യമുണ്ട്. സമ്മതിച്ചു, 15 ലക്ഷം രൂപ സാധാരണക്കാരുടെ പോക്കറ്റിൽ കൊണ്ടിടാമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സ്വിസ് ബാങ്കിൽ നിന്ന് പണം കണ്ടെടുക്കുമെന്ന് പറഞ്ഞു. ആ പണം എവിടെ? അല്ല, സ്വിസ് ബാങ്കിൽ നിന്ന് പണം കണ്ടെടുത്തോ? ഈ പണം ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, കരുവന്നൂര് ബാങ്ക് 500 കോടി രൂപ തട്ടിപ്പ്. ആരാ? PK ബിജു, മുൻ MP, MM വർഗീസ്, CPM ജില്ലാ സെക്രട്ടറി, AC മൊയ്തീൻ, മുൻ മന്ത്രി MK കണ്ണൻ, LDF കൺവീനർ, അതുപോലെ തന്നെ PR അരവിന്ദാക്ഷൻ. അങ്ങനെ എന്തിനാ ചിരിക്കുന്നത്? ഈ കരുവന്നൂർ ഇതൊക്കെ ആരോപണമാണ്. ഇഡി കൊടുത്ത കുറ്റപത്രത്തിലില്ല. ഷാജു ഇഡി കൊടുത്ത കുറ്റപത്രത്തിൽ ഈ പേരൊന്നും ഇല്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഇഡിയുടെ കുറ്റപത്രത്തിൽ AC മൊയ്തീൻ ഇല്ല. ഇഡിയുടെ കുറ്റപത്രത്തിൽ PK ബിജു ഇല്ല. PK ബിജുവോ AC മൊയ്തീനോ ഇഡി കൊടുത്ത കുറ്റപത്രത്തിൽ ഇല്ല. വരുമായിരിക്കും, അതാണ് വരുമായിരിക്കും. അതിനുമുമ്പ് ജിൻഡോ അടുത്തൊരു ചോദ്യം ചോദിച്ചിരുന്നു ഇവര്. അതിനുള്ള മറുപടി കൂടി. അതായത് ഈ 303 മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾ വയനാട് തിരഞ്ഞെടുത്തു? നിങ്ങളുടെ നേതാവെന്നൊരു ചോദ്യം ആ ചെറുപ്പക്കാരൻ ചോദിച്ചു. ഞങ്ങളുടെ രാഹുൽ ഗാന്ധി ജയിച്ച സിറ്റിംഗ് മണ്ഡലമാണ്. 5 ലക്ഷത്തി വോട്ടിന് അല്ല, ഞാൻ പറയട്ടെ ഇവിടെ CPM-ന്റെ ആളുകൾ പറഞ്ഞല്ലോ, വന്ന് പറയണമെന്ന് പറഞ്ഞ്. ഹിമാചൽ പ്രദേശ്, തെലങ്കാന, കർണാടക 3 ചേട്ടാ. അപ്പൊ ഒരെണ്ണം കൂട്ടി ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞുതരാം. അടുത്തത് കേരളത്തിലെ കഴിഞ്ഞ ദിവസം PSC-യുടെ റാങ്ക് ലിസ്റ്റിൽ പെട്ട ചെറുപ്പക്കാർ 9464 പേര് 61 ദിവസം സമരം കഴിഞ്ഞ് വീട്ടിൽ പോയി കരഞ്ഞ് കണ്ണീരൊഴുക്കി. കേരളത്തിലെ DYFIക്കാർ ബോംബ് നിർമ്മാണം നടത്തുകയാണ്. ജീവിക്കാൻ ഒരു വഴിയില്ലാതെ. ഇവിടെ തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡില് ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഓട്ടോ തൊഴിലാളികൾക്ക് ജീവിക്കാൻ വകുപ്പില്ല. അങ്കമാലി സ്റ്റാൻഡിലുള്ള ചോദിക്ക്, ബാംബു കോർപ്പറേഷന് ശമ്പളം കൊടുത്തിട്ടുണ്ടോ? അങ്കമാലി ബാംബു കോർപ്പറേഷൻ ശമ്പളം കൊടുത്തിട്ടില്ല. അത് കൊടുക്ക്. ആശുപത്രിയിൽ ICUയിൽ പീഡനം, ആംബുലൻസിൽ പീഡനം, കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുക്കുന്നു. 1600 കോടി രൂപയുടെ അഴിമതി, കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തിട്ട് നടത്തുന്നു. 1200 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയ കാലത്തെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയ അതേ കാലഘട്ടത്തില് 2017 BJP അങ്ങനെയല്ലേ? കോൺഗ്രസ് BJP അങ്ങനെയല്ലേ? ഇവിടെ പിണറായി വിജയനാണ് കേരളത്തിൽ BJP-യിലേക്ക് പോയതിന് തുല്യമായിട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ BJP-യുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ BJP-യുടെ മുമ്പിൽ മുട്ടിലറിയാണ്. ഒരു വോട്ടറുടെ ശബ്ദം. ഈ രാജ്യത്ത് ഒരു നിമിഷം ഷാജു എന്താ പറയാ പറഞ്ഞോ. എന്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ പണ്ടൊക്കെ ആനപ്പുറത്ത് കയറിയാണോ എന്ത് കാര്യം? കുംഭകോണം എന്ന് പറയുന്ന വാക്ക് രാജ്യത്തിന് സമ്മാനിച്ച പാർട്ടി പറഞ്ഞോ. ഇവിടെ ഈ കോൺഗ്രസും BJP-യും ആളുകൾ ഇവിടെ വന്നു നിന്ന് വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ട്. എന്ത് അർഹതയുണ്ട് കോൺഗ്രസിന്? BJP-ക്ക് കോൺഗ്രസും BJP-ക്ക് എന്ത് അർഹതയുണ്ട്? ഈ രാജ്യത്തെ ഈ തെളിഞ്ഞു നിൽക്കുന്ന ലൈറ്റിന് ഉൾപ്പെടെ നമ്മൾ ഉയർന്ന വൈദ്യുതി ചാർജ് കൊടുക്കുന്ന എന്തുകൊണ്ടാണ്? അദാനി കൽക്കരി ഷാജുവിനോട് എനിക്കൊരു ചോദ്യം. ഒരു നിമിഷം സാർ, ഒരു നിമിഷം. അവർക്കെട്ടില്ലാത്ത ലോഡ് ഷെഡില്ലാത്ത കേരളം വർഷക്കാലമായി വലിയ വില കൊടുത്തിട്ടാണ് ഒരാളൊരു സമയം. ഒരു നിമിഷം ഷാജു, എനിക്കൊരു ചോദ്യം ഉള്ളത്. താങ്കൾ പറഞ്ഞല്ലോ കുംഭകോണം കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാണ്, CPM-ന്റെ അഴിമതിയെ കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞു. ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഉദാഹരണത്തിന് ഞാൻ നോക്കൂ, ഒറ്റ കാര്യം, അരവിന്ദ് കെജ്രിവാളിനെ നിങ്ങൾ ഏത് മദ്യക്കച്ചവടക്കാരനിൽ നിന്ന് പണം വാങ്ങിയെന്ന് ആരോപിച്ച് നിങ്ങൾ ജയിലിലിട്ടിരിക്കുന്നു. അതേ മദ്യക്കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് 59 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി നിങ്ങൾ വാങ്ങിയിട്ടില്ലേ? നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞോട്ടെ, കരിമണൽ കർത്താവിന്റെ കയ്യിൽ നിന്ന് 1.7 കോടി രൂപ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ കയ്യിൽ നിന്ന്, അരബിന്ദോ ഫാർമോയുടെ കയ്യിൽ നിന്ന് 59 കോടി നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? അന്വേഷണ
ഇലക്ട്രൽ ബോണ്ടായിട്ട് 59 കോടി. ചോദിച്ചാൽ മറുപടി കേൾക്കണം. കേട്ടോളൂ. പറഞ്ഞോ. ചേട്ടൻ പറഞ്ഞോ. ഷാജു പറഞ്ഞോ. അതായത് 2007 മുൻപില് ചേട്ടാ എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. 2007 മുൻപില് നമുക്ക് അറിയാൻ സാധിക്കും ഇവിടെ കള്ളപ്പണമായിരുന്നു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചത്. ഇന്ത്യയുടെ പാർലമെന്റില് ഒരു നിയമം പാസാക്കി. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തില് പണം കൊടുക്കുന്ന ആള് ആ കൊടുക്കുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ആൾക്ക് അതിന്റെ രേഖ ഉണ്ടായിരിക്കും, അതിന് തെളിവുണ്ടായിരിക്കും. കിട്ടുന്ന ആള് സുതാര്യല്ലേ? അല്ല, സുതാര്യല്ലേ? സുതാര്യമല്ല. അതാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കാനുള്ള കാരണം. കയ്യിൽ നിന്ന് മേടിച്ച മാസപ്പെട്ട കണക്ക് പറ, അത് പറയേ. വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നു, കപ്പൽശാല വിറ്റുകൊണ്ടിരിക്കുന്നു, അദാനിക്ക് വേണ്ടി ഗൗതമാനിക്ക് വേണ്ടി വിട്ടുപണി ചെയ്യുന്ന അതാണ് ഒരു വ്യക്തിയാണ് ഇനി ബെന്നിക്ക് മുമ്പിലുള്ള സാധ്യത എന്താണ്? എത്ര ഭൂരിപക്ഷമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ബെന്നിയുടെ സാധ്യത എന്തിങ്ങനെയാണ് ഈ മണ്ഡലത്തിൽ? ദേശീയ രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യുമ്പോൾ, മണ്ഡലം ചർച്ച ചെയ്യുമ്പോൾ ഒറ്റ വാചകത്തിൽ ഈ മണ്ഡലത്തിലെ ദേശീയ സംസ്ഥാന സർക്കാരുകളുടെ ഈ ഇരട്ട എഞ്ചിൻ അഴിമതി സർക്കാരുകളുടെ കൊള്ള സർക്കാരുകൾക്കെതിരായിട്ടുള്ള ജനവിധി കൃത്യമായിട്ട് ബെന്നി ബെഹനാന് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലുള്ള ഒറ്റ വാചകം ലാസ്റ്റ് സെന്റൻസ്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ തങ്കത്തിളക്കമാർന്ന പ്രവർത്തനം നടത്തിയ പ്രൊഫസർ സി രവീന്ദ്രനാഥ് 1,00,000-ലധികം വോട്ടിന് ഭൂരിപക്ഷത്തിൽ സംബന്ധിച്ചിടത്തോളം NDA 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി 400-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് 3ാമത് തവണയും ഈ രാജ്യത്ത് അധികാരത്തിൽ ജനങ്ങളോട് വോട്ടർമാർക്ക് ദേശീയ രാഷ്ട്രീയ വിഷയത്തോടൊപ്പം തന്നെ കാടിന്റെയും ഒപ്പം കടലിന്റെയും തീരത്തുള്ളവരുടെയും പ്രശ്നങ്ങൾ വിഷയമാണ്. ഒപ്പം മണ്ഡലത്തിലെ വിഷയങ്ങളും. ചാലക്കുടിയിൽ നിന്നും കുരുക്ഷേത്രം സമാപിക്കുന്നു. ഇനി നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും എറണാകുളത്ത് വൈകുന്നേരം 7 മണിക്ക്. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.